Yes. Okay, good evening. ഇന്ന് നമ്മൾ സ്പോർട്സ് മായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള ഒളിമ്പിക്സ് എന്നുള്ള ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യും. യെസ്, സ്പോർട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒളിമ്പിക്സ്. ഓക്കെ, യെസ്. യെസ്, അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്പോർട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. മാക്സിമം പോയിന്റ്സ് എല്ലാം കവർ ചെയ്യുക, പഠിക്കുക. ഓക്കെ, യെസ്. സോ ഒളിമ്പിക്സ് ബേസിക്കലി നമുക്കറിയാം 4 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അന്താരാഷ്ട്ര കായികമേളയാണ് ഒളിമ്പിക്സ്, അല്ലേ? അപ്പം 4 വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഇനി ഒളിമ്പിക്സിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഒറിജിൻ ആദ്യമായിട്ട് എവിടെയാണ് ഒളിമ്പിക്സ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പുരാതന കാലത്ത് BC 776 ആദ്യമായിട്ട് ഒളിമ്പിക്സ് നടന്നത്. BC 776. അത് പുരാതന ഒളിമ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഉള്ള ഒളിമ്പിക്സിൻ്റെയൊക്കെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും പഴയൊരു രൂപം എന്ന് പറയുന്നത് ആദ്യമായിട്ട് നടന്നത് BC 776. അത് ഗ്രീക്ക് ദേവനായിട്ടുള്ള സിയൂസിന്റെ ബഹുമാനാർത്ഥം നടത്തിയ അന്നത്തെ കാലത്ത് BC 776 നടന്നിട്ടുള്ള മത്സരത്തിനെയാണ് നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ഒളിമ്പിക്സിന്റെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഏറ്റവും അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പം ഗ്രീക്ക് ദേവനായ സിയൂസിന്റെ ബഹുമാനാർത്ഥം നടത്തിയതാണെന്നാണ് പറയപ്പെടുന്നത്. BC 776 ഈ പുരാതന ഒളിമ്പിക്സ് BC 776 നടന്നിട്ടുള്ള ഈ ഒരു ഒളിമ്പിക്സ് നടന്നത് എവിടെയായിരുന്നു? ഗ്രീസിലെ ഒളിമ്പിയ എന്ന് പറയുന്ന ഒരു നഗരത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ പുരാതന ഒളിമ്പിക്സ് BC 776 നടന്നു. ഗ്രീക്ക് ദേവനായ സിയൂസിന്റെ ബഹുമാനാർത്ഥമാണ് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇത് നടന്ന സ്ഥലം ഗ്രീസിലെ ഒളിമ്പിയ നഗരമാണ്. അപ്പോൾ ഈ ഒരു ഒളിമ്പിയ നഗരത്തിൽ, ഗ്രീസിലെ ഒളിമ്പിയ നഗരത്തിൽ നടന്നതുകൊണ്ടാണ് പിന്നീട് നമ്മളിതിനെ, അപ്പം അന്ന് ഇതിനെ ഒളിമ്പിക് ഗെയിംസ് എന്ന് വിളിച്ചു. പിന്നീട് ആ ഒരു പേര് വന്നതും അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം അത്രയാണ് ഈ ഒരു പുരാതന ഒളിമ്പിക്സിന്റെ കാര്യം. അതുപോലെ ഈ ഒരു പുരാതന ഒളിമ്പിക്സ് നടന്നത് ഒരു ദിവസം മാത്രം നടന്ന, അപ്പം ഇന്ന് കാണുന്ന പോലെയുള്ള ഒന്നുമില്ല. അന്നത്തെ സമയത്ത് BC 776 ഒരു ദിവസം മാത്രമായിട്ട് നടന്നിട്ടുള്ള ഒരു ഇവന്റ് ആയിരുന്നു ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിംസിന്റെ തുടക്കമായിട്ട് നമ്മൾ ആ ഒരു ഇവന്റിനെയാണ് കണക്കാക്കുന്നത്. അപ്പം അതാണ് പുരാതന ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട അത്രയും കാര്യം മനസ്സിലായല്ലോ. യെസ്, ഇനി നമ്മൾ അടുത്തതായിട്ട് വരുന്നത് ആധുനിക ഒളിമ്പിക്സിലേക്കാണ്. അതായത് ഈ ഒളിമ്പിക്സിന്റെ ഒറിജിൻ എന്ന് നമ്മൾ പറയുന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള ഒളിമ്പിക്സ് ഞാൻ പറഞ്ഞു ഒരു ദിവസം മാത്രം നടന്ന ഒരു ഗെയിം ആയിരുന്നു.
അത് ഒളിമ്പിയ നഗരത്തിലുള്ളതുകൊണ്ട് ഒളിമ്പിക്സ് എന്നുള്ള പേര് വിളിച്ചു. ഗ്രീക്കിലായിരുന്നു, BC 776 അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി. ഇനി ആധുനിക ഒളിമ്പിക്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് 1896 നടന്നിട്ടുള്ള ആദ്യത്തെ ഒളിമ്പിക്സ് ഗെയിംസിനെയാണ് നമ്മൾ ആധുനിക ഒളിമ്പിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുരാതന ഒളിമ്പിക്സ് കഴിഞ്ഞു. ഇനി ആധുനിക ഒളിമ്പിക്സിലേക്ക് വരുമ്പോഴേക്കും 1896 ആയി കാലയളവ്. അതുപോലെ ഇത് ആധുനിക ഒളിമ്പിക്സിന്റെ ആദ്യത്തെ ഒളിമ്പിക് ഗെയിംസ് ഗ്രീസിലെ ഏഥൻസിലാണ് നടന്നത്. വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് ഗ്രീസിലെ. അപ്പോൾ ഗ്രീസിൽ തന്നെയാണ് പുരാതന ഒളിമ്പിക്സും അതുപോലെ ആധുനിക ഒളിമ്പിക്സ് ഗ്രീസിലെ ഏഥൻസിലാണ് നടന്നത്. 1896 ഒരു ഇയർ ഓർത്ത് വയ്ക്കണം. ആധുനിക ഒളിമ്പിക്സ് നടന്നത് 1896 ഗ്രീസിലെ ഏഥൻസിലായിരുന്നു. അതുപോലെ അതിന്റെ കാലയളവ് എന്ന് പറയുന്നത് 1896 ഏപ്രിൽ 6 മുതൽ 15 വരെയാണ്. അപ്പോൾ കുറച്ച് ദിവസം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുരാതന ഒളിമ്പിക്സ് ഒരു ദിവസം മാത്രം നടന്ന ഒരു ചെറിയൊരു ഗെയിം ആയിരുന്നു. പക്ഷെ ആധുനിക ഒളിമ്പിക്സിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയി കാലഘട്ടം അല്ലെ. 1896 നടന്നത്, ഗ്രീസിലെ ഏഥൻസിലാണ് നടന്നത്. അതുപോലെ ഏപ്രിൽ 6 മുതൽ 1896 ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 15 വരെ ഉണ്ടായിരുന്നു. അത് നടന്നത് പാനത്തിനേക്ക് സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ആ ഒരു പേര് ഓർത്ത് വയ്ക്കുക, പാനത്തിനേക്ക് സ്റ്റേഡിയം. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിലാണ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്നത്. ഓക്കെ, ഇനി ആ ഒരു ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിൽ അന്ന് നടന്ന ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിൽ ആ ഒരു ഗെയിംസിൽ ഏറ്റവും അധികം മെഡൽ നേടിയത് ഗ്രീസ് തന്നെയായിരുന്നു. ഓക്കെ, ഗ്രീസിൽ വെച്ചിട്ടാണ് നടന്നത്. അതുപോലെ തന്നെ ഗ്രീസാണ് അന്ന് ഏറ്റവും അധികം മെഡൽ നേടിയിട്ടുള്ള രാജ്യം. 47 മെഡലാണ് ഗ്രീസ് അന്ന് നേടിയത്. അതുപോലെ ഈ ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിൽ ഗ്രീസിൽ നടന്നിട്ടുള്ള ഏഥൻസിൽ നടന്നിട്ടുള്ള ആദ്യത്തെ ഈ ഒരു ഒളിമ്പിക് ഗെയിംസിൽ 14 രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ 1896 ഓർക്കണം. ഓക്കെ, 14 രാജ്യങ്ങളിൽ നിന്ന് 241 അത്ലറ്റുകൾ വന്നിരുന്നു. 43 ഇനങ്ങളിലായിട്ട് മത്സരിച്ചിരുന്നു. അപ്പം അത്യാവശ്യം വലിയൊരു രീതിയിലുള്ള മത്സരമായിരുന്നു അല്ലേ. ഇത്രയും ദിവസം നീണ്ടു നിന്നു അല്ലേ. ഏപ്രിൽ 6 മുതൽ ഏപ്രിൽ 15 വരെ ഉണ്ടായിരുന്നു. 14 രാജ്യങ്ങളിൽ നിന്ന് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ 241 അത്ലറ്റുകൾ ഉണ്ടായിരുന്നു. 41 ഇനങ്ങൾ ഉണ്ടായിരുന്നു, ഐറ്റംസ്. ഓക്കെ, അതുപോലെ ഈ ആധുനിക ഒളിമ്പിക് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കൂബർട്ടിൻ ആണ്. ആ പേര് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക ഒളിമ്പിക് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കൂബർട്ടിൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പൊതുവെ ഇപ്പോൾ നമ്മുടെ ഒളിമ്പിക്സ്, അതിനുശേഷം വരുന്ന ഒളിമ്പിക്സ് ഓരോ 4 ഇയേഴ്സും കൂടി നടക്കുന്ന ഗെയിമുകൾ, അതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 16 ദിവസങ്ങളാണ് നീണ്ടു നിൽക്കുന്നത്. അത് എത്ര ദിവസമാണെന്നുള്ളതും ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പം അത്രയാണ് ആധുനിക ഒളിമ്പിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ്. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, അപ്പം അങ്ങനെയാണ് ഒളിമ്പിക്സിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ, ചരിത്രം നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ പുരാതന ഒളിമ്പിക്സ് നമ്മൾ നോക്കി, അതെവിടെയായിരുന്നു, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി. പിന്നെ ആധുനിക ഒളിമ്പിക്സ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് ബേസിക്കലി ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ്, കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്നുള്ളതാണ്. അതായത് സിറ്റിയസ് അൽറ്റിയസ് ഫോർഷ്യസ്. അതൊരു ലാറ്റിൻ ഭാഷയിലാണിത്. സിറ്റിയസ് അൽറ്റിയസ് ഫോർഷ്യസ് എന്നുള്ളതാണ് ഒളിമ്പിക്സിൻ്റെ ഒരു ആപ്തവാക്യം. നമുക്ക് അറിയാലോ എന്താണ് ആപ്തവാക്യം. പല ഗെയിംസുമായി റിലേറ്റഡ് ആയിട്ട് ഇതുപോലെ ഇത്തരത്തിലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ പലതും പഠിക്കുന്നതാണല്ലോ. അപ്പം അതുപോലെ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സിറ്റിയസ് അൽറ്റിയസ് ഫോർഷ്യസ് എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് മലയാളത്തിൽ കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കരുത്തോടെ, ഒന്നിച്ച്. കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ഉയരത്തിൽ, കരുത്തോടെ, ഒന്നിച്ച്. അതാണ് ഈ ഒരു ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യത്തിൻ്റെ മലയാളം. അപ്പം അത് ഒറിജിനലി ഏത് ഭാഷയിലാണ്? ലാറ്റിൻ ഭാഷയിലാണ്. അത് ഓർത്ത് വയ്ക്കാം, സിറ്റിയസ് അൽറ്റിയസ് ഫോർഷ്യസ്. അതുപോലെ ഈ ഒരു ആപ്തവാക്യം, ഈ സിറ്റിയസ് അൽറ്റിയസ് ഫോർഷ്യസ് എന്ന് പറയുന്ന ആപ്തവാക്യം തയ്യാറാക്കിയത് ഫാദർ ഹെൻറി ദിദിയോൺ ആണ്. പേരോർത്ത് വയ്ക്കണം, ഫാദർ ഹെൻറി ദിദിയോൺ. അതുപോലെ ഈ ഒരു ആപ്തവാക്യം ഇപ്പോൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ തുടക്കത്തിലേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല. ഓക്കെ, നമ്മൾ ഇതിൽ പല ഫാക്ട്സും കുറേ കാര്യങ്ങൾ അതുമായി റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ
ഓരോ സമയത്ത് ആഡ് ചെയ്ത് ഓരോ ഒളിമ്പിക്സിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ആപ്തവാക്യം എന്ന് പറയുന്ന കാര്യം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പാരീസ് ഒളിമ്പിക്സിലായിരുന്നു. അപ്പോൾ ആപ്തവാക്യം ഒന്നും തുടക്ക സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ആധുനിക ഒളിമ്പിക്സ് തുടങ്ങിയപ്പോൾ അതിനൊരു ആപ്തവാക്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഉപയോഗിച്ചത് പാരീസ് ഒളിമ്പിക്സിലായിരുന്നു. അപ്പോൾ ഏത് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം ഉപയോഗിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. അത് ആ ഒരു വാക്ക് ഓർത്ത് വയ്ക്കുക, അതിന്റെ മലയാളം മീനിങ്, അതുപോലെ ആരാണ് അത് തയ്യാറാക്കിയത്, അതുപോലെ അത് എഴുതിയിട്ടുള്ള ഭാഷ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒളിമ്പിക്സിന്റെ ചിഹ്നമാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ചിഹ്നമാണ് അല്ലേ, ഭയങ്കര നമ്മളെപ്പോഴും കാണുന്നതാണ് ഒളിമ്പിക്സിന്റെ ആ ഒരു വെള്ള പതാകയിലുള്ള ആ ഒരു ചിഹ്നം. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഓർത്ത് വെക്കണം. എങ്ങനെയാണ്, ഒരു 5 വളയങ്ങളല്ലേ, പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള 5 വളയങ്ങളാണ് ഒളിമ്പിക്സിന്റെ ചിഹ്നം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ 5 വളയങ്ങൾ എന്ന് പറയുന്നത് 5 ഭൂഖണ്ഡങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പം അതിന് ഓരോ നിറങ്ങളുണ്ട്, ശ്രദ്ധിച്ചു കാണും അല്ലേ. വൈറ്റ് പതാക, വെളുത്ത പതാകയിലാണ്, അതിലാണ് ഈ ഒരു 5 ഈ ഒരു വളയങ്ങൾ വരുന്നത്. അപ്പം അതിന് ഓരോന്നിനും നിറങ്ങളുണ്ട്. ഈ നിറങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് ഭൂഖണ്ഡത്തിനെയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. അപ്പം 5 വളയങ്ങളുണ്ട്. ഈ 5 വളയങ്ങളിലുള്ള നിറങ്ങൾ എന്താണ്, 5 ഭൂഖണ്ഡങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പം അതിലാദ്യം ചുവപ്പ് അമേരിക്കയാണ്. അപ്പം നമുക്ക് നോർത്ത് അമേരിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഉണ്ട് അല്ലേ, 2 ഭൂഖണ്ഡങ്ങളുണ്ട്. അപ്പം രണ്ടിനെയും ഒരു ഭൂഖണ്ഡമായിട്ട് കണക്കാക്കിയിട്ട് ചുവപ്പ് എന്നുള്ളത് ആ ഒരു ചുവപ്പ് നിറത്തിലുള്ള വളയത്തിൽ എന്തിനാണ് ഉദ്ദേശിക്കുന്നത്, അമേരിക്ക എന്നുള്ള ഭൂഖണ്ഡത്തെയാണ് ചുവപ്പ് നിറത്തിലുള്ള വളയം ഉദ്ദേശിക്കുന്നത്. നീല യൂറോപ്പാണ്, പച്ച ഓസ്ട്രേലിയയാണ്, മഞ്ഞ ഏഷ്യയാണ്, കറുപ്പ് ആഫ്രിക്കയാണ്. അപ്പം അത് ഓർത്ത് വെക്കണേ. അപ്പം എങ്ങനെയാണ്, 5 വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ചുവപ്പ് അമേരിക്ക, 2 അമേരിക്കയും കൂടെ നമ്മൾ ഒരൊറ്റ ഭൂഖണ്ഡമായിട്ട് കണക്കാക്കിയിട്ട് ഒരു നിറം. നീല യൂറോപ്പ്, പച്ച ഓസ്ട്രേലിയ, മഞ്ഞ ഏഷ്യ, കറുപ്പ് ആഫ്രിക്ക. ഓക്കെ, ഇനി അപ്പം അത്രയാണ് ഒളിമ്പിക്സിന്റെ ചിഹ്നവുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം നമ്മൾ പഠിച്ചു, ഒളിമ്പിക്സിന്റെ ചിഹ്നവും മനസ്സിലായി ഇല്ലേ. ഇനി ഈ ചിഹ്നം വരുന്നത് എവിടെയാണ്, ഒളിമ്പിക്സിന്റെ പതാകയിലാണ് അല്ലേ, വെളുത്ത നിറത്തിലുള്ള പതാകയിൽ. അപ്പം ഈ ഒരു പതാക ഒളിമ്പിക്സിലെ പതാക ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു, ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ ഒളിമ്പിക്സിന്റെ പതാക ആദ്യമായിട്ട് ഉപയോഗിച്ചത് 1920 ബെൽജിയത്തിലെ ആന്റ്വെർപ്പിൽ നടന്നിട്ടുള്ള ഒളിമ്പിക്സ്. 1920 ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സ് പതാക ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ബെൽജിയത്തിലെ ആന്റ്വെർപ്പിൽ നടന്ന ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സിന്റെ പതാക ആദ്യമായി ഉപയോഗിച്ചത്. വെളുത്ത പശ്ചാത്തലമുള്ള ഒളിമ്പിക്സ് പതാകയിലാണ് ഒളിമ്പിക്സ് ചിഹ്നം പ്രത്യക്ഷപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. യെസ്, അതെ, കോണ്ടിനെന്റ്സ്, ഭൂഖണ്ഡങ്ങൾ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഏതൊക്കെ നോക്കിയത്, ഒളിമ്പിക്സിന്റെ ചിഹ്നവും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. എപ്പോഴാണ് ആദ്യമായിട്ട് പതാക എവിടെ ഉപയോഗിച്ചത് എന്നുള്ളത്, ഏത് ഒളിമ്പിക്സിലാണെന്ന് പഠിച്ചു. പിന്നെ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം റിലേറ്റഡ് ആയിട്ട് ആരെഴുതിയതാണ്, ഏത് ഭാഷയിലാണ്, അതുപോലെ അത് ആദ്യമായിട്ട് എവിടെ ഉപയോഗിച്ചത് എന്നുള്ളത് നോക്കി. ഇനി ഒളിമ്പിക്സിനൊരു സത്യപ്രതിജ്ഞയുണ്ട്. അതായത് ഇപ്പോൾ ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കൂബർട്ടിൻ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്, നോട്ട് ചെയ്യണം. അദ്ദേഹം ഇനിയും നമ്മളൊരു സ്ഥലത്തും കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പിയറി ഡി കൂബർട്ടിനാണ് ഈ ഒളിമ്പിക് ഒരു സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞ ഒരു സത്യപ്രതിജ്ഞ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതായത് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ എല്ലാ കായിക താരങ്ങൾക്ക് വേണ്ടി ഒരു കായിക താരം ഒരു പ്രതിജ്ഞ ചൊല്ലും. ഓക്കെ, അപ്പം അത് ഒരു ഒളിമ്പിക്സിന്റെ സത്യപ്രതിജ്ഞ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിൽ ഉദ്ഘാടന ചടങ്ങിലാണ് അത് ചെയ്യുന്നത്. അപ്പം ആ ഒരു സത്യപ്രതിജ്ഞ എഴുതിയത് ഈ പിയറി ഡി കൂബർട്ടിനാണ്. അപ്പം അദ്ദേഹമാണ് ആദ്യം നമ്മൾ പറഞ്ഞു ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവാണ്. അതുപോലെ ഈ ഒരു സത്യപ്രതിജ്ഞ എഴുതിയതും അദ്ദേഹമാണ്. അതുപോലെ ഈ ഒളിമ്പിക് സത്യപ്രതിജ്ഞ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, 1920 ഒളിമ്പിക് ഗെയിംസിലാണ് ബെൽജിയത്തിൽ നിന്നുള്ളൊരു സ്പോർട്സ് താരമാണ് വിക്ടർ ബോയിൻ. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒളിമ്പിക് സത്യപ്രതിജ്ഞ ചെയ്തത്.
ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക, വിക്ടർ ബോയിൻ. അപ്പോൾ സത്യപ്രതിജ്ഞ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ. എഴുതിയത് പിയറി ഡി കൂബർട്ടിനാണ്. അതുപോലെ എന്താണ് ഉദ്ഘാടന ചടങ്ങിൽ ഒരു കായിക താരം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. അത് ആദ്യമായിട്ട് അതും ഉപയോഗിച്ചത് എപ്പോഴാണ്? 1920 ഒളിമ്പിക്സിലാണ്. വിക്ടർ ബോയിനാണ് ആദ്യമായിട്ട് ഈ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത ആൾ. അദ്ദേഹം ബെൽജിയത്തിൽ നിന്നുള്ള ഒരു സ്പോർട്സ് താരമായിരുന്നു. ഓക്കെ, ഇനി 1908 നടന്നിട്ടുള്ള ലണ്ടനിൽ നടന്ന ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ഈ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ നടന്നത്. അപ്പോൾ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ ആണ്, വളരെ ഫേമസ് ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. വലിയൊരു ചടങ്ങുണ്ട്, അതുമായി ഒരു മാർച്ച് പാസ്റ്റ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ ഇത്രയധികം സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു ഉദ്ഘാടന ചടങ്ങുകൾ എന്നുള്ള കോൺസെപ്റ്റ്, ആദ്യമായിട്ടൊരു ഉദ്ഘാടന ചടങ്ങൊക്കെ നടന്നത് 1908 അപ്പോൾ അതുവരെ അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ഇപ്പോൾ അതിൻ്റെതായ ഒരു ഓർഡർ ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു സത്യപ്രതിജ്ഞ ചൊല്ലുന്ന കാര്യം, അല്ലെങ്കിൽ മാർച്ച് പാസ്റ്റ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഇത്രയും വിപുലമായിട്ടുള്ള ഈ ഉദ്ഘാടന ചടങ്ങുകൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങ് എന്നുള്ളൊരു കോൺസെപ്റ്റും അത് ആദ്യമായിട്ട് നടന്നത് 1908 ലണ്ടനിൽ നടന്നിട്ടുള്ള ഒളിമ്പിക്സിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ അത്ലറ്റ്സും, എല്ലാ രാജ്യത്തെ അത്ലറ്റ്സും ഒക്കെ ആയിട്ട് അവർ ഒരു ഘോഷയാത്ര നയിക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു അത്ലറ്റുകളുടെ ഘോഷയാത്രയിൽ എപ്പോഴും ഫസ്റ്റ് വരുന്നത് ഗ്രീക്കിന്റെ ടീമായിരിക്കും. കാരണം ആദ്യമായിട്ട് നമ്മൾ ഗ്രീസിലാണല്ലോ തുടങ്ങിയത്. പുരാതന ഒളിമ്പിക്സ് ആണെങ്കിലും ആധുനിക ഒളിമ്പിക്സ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഗ്രീസിലാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഈ അത്ലറ്റ്സിന്റെ ഘോഷയാത്രയുടെ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ടീം ഗ്രീക്ക് ടീമാണ്. അപ്പം ആദ്യം ഈ ഗ്രീക്ക് ടീം വരും. ആ ഒരു കാര്യം കൊണ്ടാണ് അവർ ആദ്യം വരുന്നത്. പിന്നീട് തുടർന്ന് ബാക്കിയുള്ള ടീമുകളൊക്കെ ആതിഥേയ രാജ്യം, ഇപ്പം ഏത് രാജ്യത്താണോ ഒളിമ്പിക്സ് നടക്കുന്നത് ആ രാജ്യത്തിന്റെ ഭാഷയിലെ അക്ഷരമാലക്രമത്തിൽ. ഓക്കെ, അപ്പം ഏത് രാജ്യത്ത് വെച്ചാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ആ രാജ്യത്തെ ഭാഷയുടെ അക്ഷരമാലക്രമത്തിൽ ബാക്കി ടീമുകൾ വരും. അവസാനം നിൽക്കുന്ന രാജ്യം ആതിഥേയ രാജ്യത്തിന്റെ ടീമായിരിക്കും. അപ്പോൾ ഉദ്ഘാടന ചടങ്ങ്, ഇത്രയും കാര്യങ്ങളൊക്കെയുള്ള ഉദ്ഘാടന ചടങ്ങ് ആദ്യമായിട്ട് വന്നത് 1908 ലണ്ടനിൽ നടന്ന ഒളിമ്പിക്സിലാന്ന് പറഞ്ഞു. ഈ ഉദ്ഘാടന ചടങ്ങിലെ കാര്യം പറയുമ്പോൾ അത്ലറ്റുകളുടെ ഘോഷയാത്രയിൽ ആദ്യം എപ്പോഴും ഗ്രീക്ക് ടീമാണ് നിൽക്കുക. കാരണം അവിടെയാണ് ആ ഒരു സ്റ്റാർട്ട് ചെയ്തതുമല്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് അവരാണ് ആദ്യം നിൽക്കുന്നത്. പിന്നെ വരുന്നത് എങ്ങനെയുള്ള അക്ഷരമാലക്രമത്തിലാണ്, ഏത് രാജ്യത്ത് വെച്ചിട്ടാണോ നടക്കുന്നത് ഒളിമ്പിക്സ് ആ രാജ്യത്തിന്റെ ഭാഷയിലുള്ള അക്ഷരമാല ഓർഡറിലാണ് ബാക്കി രാജ്യങ്ങളിലെ ടീമുകൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അവസാന ടീം എപ്പോഴും ആതിഥേയ രാജ്യത്തിന്റെ ടീമാണ് അവസാനമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഘോഷയാത്രയൊക്കെ അല്ലെ, ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഈ രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. യെസ്, അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ആണ് അല്ലേ. ആ ഒരു ഓർഡറിലാണ് അത് പോകുന്നത്. അപ്പം ഏത് രാജ്യത്താണോ നടക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഭാഷയിലുള്ള ഒരു അക്ഷരമാല ക്രമത്തിലാണ് പോകുന്നത് എന്നൊക്കെ ഉള്ളത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ്, നമ്മൾ മറക്കില്ല പെട്ടെന്ന് അല്ലേ. യെസ്, അപ്പം അത് ഓർത്ത് വയ്ക്കാം. ഇനി വേറെ ഒന്ന് രണ്ട് ഇത്തരത്തിലുള്ള ഫാക്ട്സ്, അതായത് ഒളിമ്പിക്സ് ഈ നമ്മൾ 4 വർഷങ്ങൾ കൂടുമ്പോഴാണ് നടക്കുന്നത് അല്ലേ. അപ്പം അതിൽ ഈ നമ്മുടെ ലോകമഹായുദ്ധങ്ങളൊക്കെ വന്നിരുന്നു അല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഒളിമ്പിക്സിൻ്റെ ഇടയിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പം 1916 1940 44 ഈ 3 സമയങ്ങളിലും ഒളിമ്പിക് ഗെയിംസ് നടന്നിട്ടില്ല, യുദ്ധം കാരണം. ആ സമയത്ത് നമ്മുടെ 1-ാം ലോകമഹായുദ്ധത്തിന്റെ സമയം, പിന്നെ 40-44 ആ സമയത്ത് 2-ാം ലോകമഹായുദ്ധമൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് 1916 40 44 ഒളിമ്പിക് ഗെയിംസ് നടന്നിട്ടില്ല. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം, 1900 പാരീസ് ഒളിമ്പിക്സിലാണ് വനിതകൾ ആദ്യമായി പങ്കെടുത്തത്. അപ്പം അത്രയും കാലം സ്ത്രീകൾ ഒളിമ്പിക്സിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളത് ഓർക്കുക. 1900 പാരീസ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് വനിതകൾ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അപ്പോൾ ആ ഒരു ഇയറും ഏത് ഒളിമ്പിക്സ് ആണെന്നുള്ളതും ഓർത്ത് വെക്കണം. അതുപോലെ മറ്റൊരു കാര്യം, ഒളിമ്പിക്സ് ജ്വാല, ആ ഒരു നമ്മൾ പറയില്ലേ ദീപശിഖ പോലെ ഒളിമ്പിക് ജ്വാലയുണ്ട്. അപ്പോൾ അത് ആദ്യമായിട്ട് വന്നത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. അപ്പോൾ അതോർത്ത് വയ്ക്കുക ആ ഒരു കാര്യം. ഒളിമ്പിക് ജ്വാല ആദ്യമായിട്ട് വന്നത് 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ്. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഒന്നിലധികം തവണ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്യണം. ഒന്ന്, പിന്നെ അത് മാത്രമല്ല മറ്റൊരു കാര്യം, നമ്മളിങ്ങനെ സമ്മർ ഒളിമ്പിക്സ് എന്നൊക്കെ ഒളിമ്പിക്സിനിടയ്ക്ക് പറയും. അപ്പോൾ വിന്റർ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഇപ്പോൾ ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒളിമ്പിക്സിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നമുക്ക്
വിന്റർ ആയിട്ടുള്ള ശൈത്യകാല രാജ്യങ്ങൾ അങ്ങനെയുള്ള അവർക്കൊക്കെ പങ്കെടുക്കാൻ നമുക്കൊരു വിന്റർ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു വിന്റർ ഒളിമ്പിക്സ് ഉണ്ട്. ഞാൻ അതൊക്കെ ഇനി ക്ലാസ്സിൽ പറയും. അപ്പം അങ്ങനെ പാരാലിമ്പിക്സ് ഉണ്ട് അംഗവൈകല്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറേ കോൺസെപ്റ്റ് ഉണ്ട് ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ട്. മെയിൻ ആയിട്ടുള്ള ഈ ഒളിമ്പിക്സിന് അപ്പോൾ വിന്റർ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു ഒളിമ്പിക്സിനെ സാധാരണ നോർമൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒളിമ്പിക്സിനെ നമ്മൾ സമ്മർ ഒളിമ്പിക്സ് എന്നും പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഒളിമ്പിക്സ് ആണ് തെറ്റിദ്ധരിക്കരുത്. ഈ സമ്മർ ഒളിമ്പിക്സ് എന്നും നമ്മൾ ഒളിമ്പിക്സിനെ പറയും, കാരണം വിന്റർ ഒളിമ്പിക്സ് കൂടെ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് വിന്റർ ഒളിമ്പിക്സ് നമ്മൾ ഇനി പഠിക്കും. അപ്പോൾ സമ്മർ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒളിമ്പിക്സ് തന്നെ, ഒളിമ്പിക് ഗെയിംസ് ഇത് തന്നെ. നോർമൽ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒളിമ്പിക്സിനെ നമ്മൾ സമ്മർ ഒളിമ്പിക്സ് എന്നും പറയും. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ 3 തവണ ലണ്ടനിൽ ഒളിമ്പിക്സ് ഉണ്ടായിട്ടുണ്ട്. അതൊരു സിറ്റി അല്ലേ, ഒരു നഗരത്തിൽ 3 തവണ ഉണ്ടായി എന്നുള്ളതാണ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ആവുന്നത്. അത് 3 തവണ ലണ്ടനിൽ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട്. അതായത് 1908-ലും 1948-ലും 2012-ലും. ഓക്കെ, 3 തവണ ലണ്ടനിൽ നടന്നിട്ടുണ്ട്. അതുപോലെ ഏഥൻസിൽ ആദ്യത്തെ ഒളിമ്പിക്സ് ആദ്യത്തെ ഒളിമ്പിക്സ് ഏഥൻസിലാന്ന് പറഞ്ഞു. പിന്നെ 2004-ലും നടന്നിട്ടുണ്ട്. അതുപോലെ പാരീസിൽ 1900-ലും 1924-ലും നടന്നിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസിൽ 1932-ലും 1984-ലും. ഈ ലോസ് ഏഞ്ചൽസിൽ 1984-ൽ നടന്ന സ്ഥലത്താണ് പി ടി ഉഷയ്ക്ക് ഒരു വളരെ ചെറിയൊരു വ്യത്യാസത്തിൽ മെഡലൊക്കെ നഷ്ടപ്പെട്ടു ആ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും. അപ്പോൾ അതാണ് ഈ ഇവിടെ പറയുന്നപ്പോൾ ഇതിൽ വേനൽക്കാല ഒളിമ്പിക്സ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് സെയിം ഒളിമ്പിക്സിനാണ്. സമ്മർ ഒളിമ്പിക്സ് അല്ലെങ്കിൽ വേനൽക്കാല ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഒളിമ്പിക്സ് ഇത് സെയിം കാര്യമാണ്. വിന്റർ ഒളിമ്പിക്സ് ഉള്ളത് കൊണ്ട് ഉപയോഗിക്കുന്ന ടേം ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക, കൺഫ്യൂഷൻ വരരുത്. എവിടെയെങ്കിലുമൊക്കെ വായിക്കുമ്പോഴും ഇതുപോലെ വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ ഈ ലണ്ടൻ നഗരത്തിൽ 3 തവണ ഒളിമ്പിക്സ് ഉണ്ടായിട്ടുണ്ട്. ഏഥൻസിൽ 2 തവണ, പാരീസിൽ 2 തവണ, ലോസ് ഏഞ്ചൽസിൽ 2 തവണ. അപ്പോൾ ഈ സിറ്റികളിലൊക്കെ ഈ നഗരങ്ങളിലൊക്കെ ഒരുപാട് ഇതുപോലെ ഒന്നിലധികം തവണ ഒളിമ്പിക്സ് ഗെയിംസ് ഉണ്ടായിട്ടുണ്ട്, അവരെ വേദിയായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഓർത്ത് വയ്ക്കുക. അതുപോലെ രാജ്യം, ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഓരോ സിറ്റികളുടെ കാര്യമാണ് അല്ലേ. ഇപ്പോൾ ലണ്ടനിൽ 3 തവണ നടന്നിട്ടുണ്ട്. ആ ഒരു നഗരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും അധികം കൂടുതൽ ആതിഥേയത്വം വഹിച്ചിട്ടുള്ള രാജ്യം അമേരിക്കയാണ്. ഇപ്പം ലോസ് ഏഞ്ചൽസ് എന്ന് പറയുമ്പോൾ അത് അമേരിക്കയിലാണല്ലോ. അപ്പോൾ 1932-ലും 1984-ലും 2 തവണ ലോസ് ഏഞ്ചൽസിലുണ്ടായി. സെൻറ്റ് ലൂയിസ് 1904-ലുണ്ടായി. അറ്റ്ലാന്റയിൽ അങ്ങനെ 4 തവണ എവിടെ ഉണ്ടായി, അമേരിക്കയിൽ ഒളിമ്പിക്സ് ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക 4 തവണ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നേരത്തെ പറഞ്ഞത് നഗരങ്ങളുടെ കാര്യമാണ്. ഒരേ നഗരത്തിൽ തന്നെ 2 തവണ ഉണ്ടായിട്ടുള്ളത്. അപ്പം രാജ്യം ഏറ്റവും കൂടുതൽ തവണ ആതിഥേയത്വം വഹിച്ച രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു കാര്യം. ഇപ്പം ഒളിമ്പിക്സിൽ ഇപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ടല്ലേ, കുറേ ഗെയിംസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും പുതിയ പുതിയ ഐറ്റംസ് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒളിമ്പിക്സിൽ ഏത് ആഡ് ചെയ്തെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അപ്പോൾ പൊതുവെ ഇങ്ങനെ ഒളിമ്പിക്സിൽ മത്സരിക്കാനുള്ള ഒരു സ്പോർട്സ് ആയിട്ട് ഒരു ഐറ്റം മാറണമെങ്കിൽ ആ സ്പോർട്സ് ഐറ്റം കുറഞ്ഞത് 75 രാജ്യങ്ങളിലും 4 ഭൂഖണ്ഡങ്ങളിലും പുരുഷന്മാരും കുറഞ്ഞത് 40 രാജ്യങ്ങളിലെയും 3 ഭൂഖണ്ഡങ്ങളിലെയും സ്ത്രീകളും വ്യാപകമായി കളിക്കുന്ന ഒരു ഗെയിം ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ യോഗ്യത പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊതുവെ പുരുഷന്മാരാണ് കൂടുതൽ സ്പോർട്സ് രംഗത്തുള്ളത്. നമ്മുടെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെ ഒരു കാര്യമാണ്. പണ്ട് മുതലേ പുരുഷന്മാരാണല്ലോ കൂടുതലും പുറത്ത് വീടിന് വെളിയിലുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് സ്പോർട്സ് ഐറ്റത്തിൽ ഇപ്പോഴാണ് കൂടുതൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കണക്ക്. ഓക്കെ, പൊതുവെ പുരുഷന്മാരാണ് കൂടുതൽ സ്പോർട്സിലുള്ളത്. അതുകൊണ്ടാണ് ഈ കുറഞ്ഞത് 75 രാജ്യങ്ങളിലും 4 ഭൂഖണ്ഡങ്ങളിലും പുരുഷന്മാരും കുറഞ്ഞത് 40 രാജ്യങ്ങളിലെയും 3 ഭൂഖണ്ഡങ്ങളിലെയും സ്ത്രീകളും വ്യാപകമായി കളിക്കുന്ന ഒരു സ്പോർട്സ് ഐറ്റം ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു യോഗ്യത പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അതുപോലെ ഇനി മറ്റൊരു കാര്യം, ഒളിമ്പിക്സിന് വേദിയായിട്ടുള്ള ആദ്യ ഏഷ്യൻ നഗരം അത് ടോക്കിയോ ആണ്. ഓക്കെ, ഒളിമ്പിക്സിന് ആദ്യമായിട്ടൊരു ഏഷ്യൻ നഗരത്തിൽ വന്നത് എവിടെയാണ്? ടോക്കിയോയിലാണ്. അതുപോലെ ഒളിമ്പിക്സിൽ ടീമായിട്ടുള്ളൊരു മത്സര ഇനം ആദ്യമായിട്ട് വന്നത് ഫുട്ബോൾ ആയിരുന്നു. ഓക്കെ, ഫുട്ബോളാണ് ആദ്യമായിട്ട് ടീമായിട്ടുള്ളൊരു മത്സര ഇനം ആഡ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഇത്രയും ഗെയിംസൊക്കെ തുടക്കത്തിലില്ല, പിന്നെ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ടീം ഐറ്റംസ് ഒന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടീം ഐറ്റംസ് ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതിൽ തന്നെ ആദ്യമായിട്ട് ആഡ് ചെയ്തത് ഫുട്ബോൾ ആയിരുന്നു. അതുപോലെ മറ്റൊരു കാര്യം,
ടെലിവിഷനിലൂടെ ആദ്യമായിട്ട് സംപ്രേഷണം ചെയ്തത് മ്യൂണിക് ഒളിമ്പിക്സ് ആയിരുന്നു, ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്തത്. പിന്നെ ഒളിമ്പിക്സിലെ ഐറ്റംസിൽ തന്നെ, ഇപ്പോൾ ഉള്ള ഐറ്റംസിൽ ഏറ്റവും ദൈർഘ്യമേറിയിട്ടുള്ള ഒരു മത്സരം എന്ന് പറയുന്നത് റേസ് വാക്കിംഗ് ആണ്. അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക, റേസ് വാക്കിംഗ്. പിന്നെ കുറച്ച് മെഡൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അറിയുന്ന പേരുകളായിരിക്കും. മൈക്കൽ ഫെൽപ്സ്, അദ്ദേഹം സ്വിമ്മിങ്ങിലെ താരമാണ് അല്ലേ, കേട്ടിട്ടുള്ളതായിരിക്കും. അമേരിക്കയിൽ നിന്നുള്ളൊരു താരമാണ് അദ്ദേഹം. ഏറ്റവും അധികം ഒളിമ്പിക്സിൽ ഏറ്റവും അധികം മെഡൽ നേടിയിട്ടുള്ള ആളാണ് മൈക്കൽ ഫെൽപ്സ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വളരെയധികം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിജയങ്ങളൊക്കെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. മൈക്കൽ ഫെൽപ്സ് ആണ് ഏറ്റവും അധികം മെഡലുകൾ ഒളിമ്പിക്സിൽ, അദ്ദേഹത്തിന് 28 മെഡലുകളുണ്ട്. അതുപോലെ അദ്ദേഹം തന്നെയാണ് ഏറ്റവും അധികം സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള താരവും. ആ 28 മെഡലിൽ 23 സ്വർണ്ണ മെഡലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നീന്തലാണ് കേട്ടോ, മൈക്കൽ ഫെൽപ്സ്. അതുപോലെ മറ്റൊരു പ്രത്യേകത മെഡൽ നേട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ഉസൈൻ ബോൾട്ട്, അതും അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോർട്സ് താരമാണ്. അദ്ദേഹം 100 മീറ്റർ 200 മീറ്റർ എന്നീ ഇനങ്ങളിൽ തുടർച്ചയായിട്ട് 3 ഒളിമ്പിക്സുകളിൽ സ്വർണം നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് റീസെൻ്റ് ആയിട്ട് നടന്ന കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെ മുമ്പുള്ള ഒളിമ്പിക്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. ഉസൈൻ ബോൾട്ട് അദ്ദേഹം 100 മീറ്റർ 200 മീറ്റർ ഈ 2 ഇനങ്ങളിൽ തുടർച്ചയായിട്ട് അടുപ്പിച്ച് 3 ഒളിമ്പിക്സിലും സ്വർണം നേടിയിട്ടുള്ള ആളാണ്, ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, സോ മൈക്കൽ ഫെൽപ്സും ഉസൈൻ ബോൾട്ടും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ മറ്റൊരു കാര്യം, ഈ മെഡൽ ജേതാക്കൾക്ക് ഉത്തേജക മരുന്ന് പരിശോധനയൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ഒളിമ്പിക്സ് മെക്സിക്കോ ഒളിമ്പിക്സ് ആയിരുന്നു. അതുപോലെ ഒളിമ്പിക്സിലെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു, ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് കൃത്രിമക്കാലുകളുടെ സഹായത്തോടെ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പങ്കെടുത്തത് ഓസ്കർ പിസ്റ്റോറിയസ് ആണ്. അദ്ദേഹം നമുക്ക് അറിയുന്ന ഒരാളായിരിക്കും. അപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് കൃത്രിമക്കാലുകളുടെ സഹായത്തോടെ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. യെസ്, അപ്പം അത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇന്ത്യയുടെ പെർഫോമൻസ് റിലേറ്റഡ് ഒളിമ്പിക്സിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചില കാര്യങ്ങൾ, പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇന്ത്യ, അപ്പം നമ്മൾ നേരത്തെ പാരീസ് ഒളിമ്പിക്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലേ, ആദ്യമായിട്ട് സ്ത്രീകൾ പങ്കെടുത്ത ഒളിമ്പിക്സ് ആണ്. അങ്ങനെ പാരീസ് ഒളിമ്പിക്സിൻ്റെ കുറച്ചപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. 1900 ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ്. അപ്പം അവിടെ തന്നെയാണ് സ്ത്രീകൾ ആദ്യമായിട്ട് പങ്കെടുത്ത ആ ഒരു ഒളിമ്പിക്സ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ് ഇന്ത്യ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 1900. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പങ്കെടുത്തിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് ഇന്ത്യ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 1900. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ടോക്കിയോ ഒളിമ്പിക്സിൽ 2020 അല്ലേ. അപ്പോൾ അതുകൊണ്ട് 100 വർഷമായിട്ട് ഇന്ത്യ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നുണ്ട്. സോ നമ്മുടെ രാജ്യം ആദ്യമായിട്ട് 1900 പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. ഇനി അന്ന് പങ്കെടുക്കുമ്പോൾ നോർമൻ പ്രിച്ചാർഡ് എന്ന് പറയുന്ന ഒരാളായിരുന്നു ആകെ നമ്മുടെ രാജ്യത്ത് നിന്ന് റെപ്രസെൻറ്റ് ചെയ്ത്. 1900 അത്രയും വർഷം പുറകിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പം അന്നത്തെ സാഹചര്യത്തിൽ ആകെ ഒരാളാണ് പങ്കെടുത്തത്, നോർമൻ പ്രിച്ചാർഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പേര് ഓർത്ത് വെക്കുക. അദ്ദേഹം 200 മീറ്റർ സ്പ്രിന്റിലും 200 മീറ്റർ ഹേർഡിൽസിലും രണ്ടിലും മത്സരിച്ചു. അദ്ദേഹത്തിന് 2 വെള്ളി മെഡലും നേടി. ഓക്കെ, സോ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. മത്സരിച്ച് 2ലും മെഡലൊക്കെ നേടി. ആദ്യമായിട്ട് പങ്കെടുത്തപ്പോൾ തന്നെ അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നോർമൻ പ്രിച്ചാർഡ്. ആ പേര് ഓർത്ത് വയ്ക്കുക. അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഒരു പ്രതിനിധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ടീമിനൊന്നും നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നില്ല. പങ്കെടുത്തു, 2 ഐറ്റംസിൽ 2 വെള്ളി മെഡൽ അദ്ദേഹം നേടി. പിന്നെ അപ്പോൾ 1900 ആദ്യമായിട്ട് പങ്കെടുത്തു. ദെൻ ഒരു സംഘമായിട്ട് ഒരു ഒന്നിലധികം ആൾക്കാരായിട്ട് ഒരു മൾട്ടി സ്പോർട്സ് ഒളിമ്പിക് സംഘമായിട്ട് നമ്മൾ ആദ്യമായിട്ട് പോയത് 1920 ആൻഡ്വെർപ്പ് ഒളിമ്പിക്സിലാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 1920 ആൻഡ്വെർപ്പ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് നമ്മൾ മൾട്ടി സ്പോർട്സ് ആയിട്ട് ഒരു സംഘമായിട്ട് പോകുന്നത്. അന്ന് 5 അത്ലറ്റുകൾ ഉണ്ടായിരുന്നു. 3 പേര് അത്ലറ്റിക്സും 2 പേര് ഗുസ്തിക്കാരുമാണ് നമ്മുടെ അന്നത്തെ സംഘത്തിലുണ്ടായിരുന്നത്. അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കാം. അതുപോലെ ടെന്നീസിലൊക്കെ 1924 പാരീസ് ഒളിമ്പിക്സിലാണ് നമ്മൾ ടെന്നീസിൽ അരങ്ങേറ്റം കുറിച്ചത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. അന്ന് നമ്മൾ സിംഗിൾസിലും അതുപോലെ തന്നെ പുരുഷ ഡബിൾസിലും ഒരു ജോഡി മിക്സ്ഡ് ഡബിൾസിലൊക്കെ കളിച്ചിരുന്നു 1924. ഇനി ഇന്ത്യയുടെ ഇത്രയും കാലമുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതുവരെ നമുക്ക് 35 മെഡലുകളാണ് ഇന്ത്യക്കുള്ളത് ഒളിമ്പിക്സിൽ.
അതിൽ 10 എണ്ണമാണ് സ്വർണം, 9 എണ്ണം വെള്ളി, 16 എണ്ണം വെങ്കലം. അപ്പം അത്രയാണ് ഇതുവരെയുള്ള ഇന്ത്യയുടെ 100 വർഷത്തെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇത്രയാണ്. 35 മെഡലാണ്, 10 സ്വർണവും 9 വെള്ളി 16 വെങ്കലം. ഓക്കെ, അപ്പം അത്ര നല്ല പെർഫോമൻസ് അല്ല അല്ലേ? യെസ്, അപ്പം അതാണ് ഇതുവരെ നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിട്ടുള്ളത്. പിന്നെ മറ്റ് കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ആദ്യമായിട്ട് സ്വർണം നേടിയിട്ടുള്ള ഒളിമ്പിക്സ് ആംസ്റ്റർഡാം ഒളിമ്പിക്സിലാണ് 1928. ഏതാണ് ഐറ്റം? ഹോക്കിയാണ്. അപ്പോൾ ഒരു കാലത്ത് ഹോക്കിയിലെ ഏറ്റവും ടോപ്പ് ടീം എന്ന് പറയുന്നത് ഇന്ത്യയായിരുന്നു, ഇന്ത്യൻ ടീമായിരുന്നു. ഇന്ത്യയുടെ വളരെ സുവർണ കാലഘട്ടമായിരുന്നു ഹോക്കിയിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് സ്വർണം നേടിയതും ഹോക്കിയിലാണ്, 1928. അതുപോലെ നമ്മൾ ഈ 10 സ്വർണ്ണം ആണെങ്കിൽ 8 പ്രാവശ്യം നമുക്ക് ഹോക്കിയിലാണ് സ്വർണം കിട്ടിയിരിക്കുന്നത്. അപ്പം അത് ഓർത്ത് വയ്ക്കുക. 1928, 32, 36, 48, 52, 56, 64, 80 ഇത്രയും സമയം, 80 വരെ നമ്മുടെ ഹോക്കിയിൽ ആ ഒരു സമയം, ഇത്രയും കാലം ഇന്ത്യയുടെ വളരെ നല്ല സമയമായിരുന്നു. ഹോക്കിയായിരുന്നു നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം, നമ്മുടെ നാട്ടിലല്ല, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തതിൽ ഏറ്റവും അധികം നല്ല പെർഫോമൻസ് നമുക്ക് ഹോക്കിയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. ധ്യാൻ ചന്ദ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഹോക്കിയിൽ നമുക്ക് 8 പ്രാവശ്യം സ്വർണം നമ്മൾ നേടിയിട്ടുണ്ട്. അത് ഓർത്ത് വയ്ക്കുക. ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വർണം കിട്ടിയതും ഹോക്കിയിലാണ്. അത് 1928 അതുപോലെ ഏറ്റവും അവസാനം നമുക്ക് ഹോക്കിയിൽ സ്വർണം കിട്ടിയത് മോസ്കോ ഒളിമ്പിക്സ് 1980. ഓക്കെ, ഏറ്റവും അവസാനം നമുക്ക് അന്നാണ് ഹോക്കിയിൽ സ്വർണം കിട്ടിയത്. ഇനി ഹോക്കി പറയുമ്പോൾ നമുക്കറിയാം PR ശ്രീജേഷ് അല്ലേ, മലയാളിയാണ്. അപ്പം അദ്ദേഹമാണ് ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചിട്ടുള്ള ആദ്യ മലയാളി, PR ശ്രീജേഷ്. അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഗുസ്തിയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക്. അതുപോലെ ജിംനാസ്റ്റിക്സിൽ ഫൈനലിൽ എത്തിയത് ദീപ കർമാക്കർ അല്ലേ? അപ്പം ആ ഒരു പേര് ഓർത്ത് വയ്ക്കുക. അതുപോലെ ആദ്യമായിട്ട് ഒരു വനിതാ താരം ഒളിമ്പിക്സിലെ മെഡൽ, ഇന്ത്യൻ വനിതാ താരം ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ളത് കർണം മല്ലേശ്വരിയാണ്. ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ? അപ്പോൾ ഒന്നും കൂടെ ഓർത്ത് വയ്ക്കുക. കർണം മല്ലേശ്വരി ആദ്യമായിട്ടുള്ള ഇന്ത്യൻ വനിതാ താരമാണ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ളത്. അതുപോലെ വ്യക്തിഗത ഇനത്തിൽ ആദ്യമായിട്ട് അഭിനവ് ബിന്ദ്ര, അതും മേ ബി അറിയുന്ന പേരായിരിക്കില്ല. അഭിനവ് ബിന്ദ്രയാണ് ആദ്യമായിട്ടൊരു വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയിട്ടുള്ളത്. അത്ലറ്റിക്സിൽ ആരാണ് സ്വർണം നേടിയിട്ടുള്ളത്? ഏറ്റവും റീസെൻ്റ് ആയി നടന്ന കാര്യമാണ് നീരജ് ചോപ്ര, ജാവ്ലിൻ ത്രോ ആയിരുന്നു. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നീരജ് ചോപ്രയാണ് ആദ്യമായിട്ട് അത്ലറ്റിക്സിൽ നമുക്ക് സ്വർണം കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഒരു വ്യക്തിഗത ഇനത്തിൽ ആദ്യമായിട്ട് സ്വർണം കിട്ടിയത് അഭിനവ് ബിന്ദ്രയാണ്. കർണമല്ലേശ്വരി ആദ്യമായിട്ട് മെഡൽ നേടിയിട്ടുള്ള സ്ത്രീയാണ്. ജിംനാസ്റ്റിക്സിൽ ആദ്യമായിട്ട് ഫൈനൽ വരെ എത്തിയതാണ് ദീപ കർമാക്കർ. ദെൻ ഗുസ്തിയിൽ ആദ്യമായിട്ട് മെഡൽ കിട്ടിയത് സാക്ഷി മാലിക്കിനാണ്. അപ്പം ഇതിലൊക്കെ പല പേരുകളും നമുക്ക് അറിയുന്നതാണ്, പക്ഷെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട് എന്താണ് കാര്യം എന്നുള്ളത് ഒന്നും കൂടെ ഓർത്ത് വയ്ക്കാം. യെസ്, ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ? യെസ്, അതെ, യെസ്, ആൻസേഴ്സ് പറയുന്നുണ്ട്. യെസ്, നീരജ് ചോപ്ര, യെസ്, ഓക്കെ, യാ, ഓക്കെ. അപ്പോൾ നമുക്കിനി ഒളിമ്പിക്സിലെ മലയാളികൾ നോക്കാം. അപ്പോൾ ഒളിമ്പിക്സ് ആൻഡ് മലയാളികൾ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതിനു വേണമെങ്കിൽ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ആദ്യത്തെ മലയാളി CK ലക്ഷ്മണനാണ്. 1924 പാരീസ് ഒളിമ്പിക്സിലാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫാക്ട്സും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലയാളി ആൻഡ് ഒളിമ്പിക്സ് എന്നുള്ള ടോപ്പിക്ക് നമുക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒളിമ്പിക്സിൽ പങ്കെടുത്തുള്ള ആദ്യ മലയാളി ആരാണ്? CK ലക്ഷ്മണനാണ്. മലയാളി വനിത ആരാണ്? PT ഉഷ. അപ്പോൾ PT ഉഷ ആദ്യം പങ്കെടുത്തത് 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. ഓക്കെ, PT ഉഷ ഒളിമ്പിക്സ് ഫൈനലിലെത്തി. നമുക്കറിയാം അല്ലേ, 400 മീറ്റർ ഹേർഡിൽസിലാണ് ഒരു സെക്കൻഡിൻ്റെ 100 അത്രയും വളരെ കുഞ്ഞൊരു വ്യത്യാസത്തിൽ വെങ്കല മെഡൽ നഷ്ടമായിട്ടുള്ളത്. അത് 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ്. ആദ്യമായിട്ട് പങ്കെടുത്ത മലയാളി വനിത PT ഉഷയാണ്. അത് 1980 മോസ്കോ ഒളിമ്പിക്സിലായിരുന്നു. അടുത്ത തവണത്തെ 1984 ലോസ് ഏഞ്ചൽസ് മത്സരത്തിലാണ് ഈ ഒരു കാര്യം ഉണ്ടായത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, അപ്പോൾ ആദ്യമായി പങ്കെടുത്ത മലയാളി വനിത PT ഉഷയാണ്. ദെൻ PT ഉഷ അന്ന് പങ്കെടുത്തത് 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. ഫൈനലിൽ ആദ്യമായിട്ട് എത്തിയതും PT ഉഷയാണ്, ആദ്യ വനിതയാണ്. ലോസ് ഏഞ്ചൽസിലായിരുന്നു. 400 മീറ്റർ ഹേർഡിൽസിലാണ് അന്ന് PT ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടപ്പെട്ടു.
ഇനി ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത് ആരാണ്? 1984 തന്നെയാണ്, ഷൈനി വിൽസൺ ആണ്. ഓക്കെ, അത് നമുക്ക് പരിചയമുള്ള പേരാണ് അല്ലേ, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം ഷൈനി വിൽസൺ കുറച്ചധികം അച്ചീവ്മെന്റ്സ് ഉണ്ട്. ഒന്ന്, ആദ്യമായിട്ട് സെമി ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ വനിതയാണ് ഷൈനി വിൽസൺ. ലോസ് ഏഞ്ചൽസിലാണ്, 800 മീറ്റർ ഓട്ടമായിരുന്നു, 1984. ഇനി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ചിട്ടുള്ള ആദ്യ വനിതയും ആരാണ്? ഷൈനി വിൽസൺ ആണ്. അത് ബാഴ്സലോണ 92. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കാം. അതുപോലെ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മലയാളി ആരാണ്? ഷൈനി വിൽസൺ ആണ്. അപ്പൊ ഷൈനി വിൽസൺ റിലേറ്റഡ് ആയിട്ട് നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, സെമി ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ വനിതയാണ്. 1984 ലോസ് ഏഞ്ചൽസിലെ 800 മീറ്റർ ഓട്ടത്തിലായിരുന്നു. ദെൻ ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ചിട്ടുള്ള ആദ്യ വനിതയും ഷൈനി വിൽസൺ ആണ്. അത് ബാഴ്സലോണയാണ്, 92. ദെൻ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള മലയാളി ഷൈനി വിൽസൺ ആണ്. അപ്പം അത്രയും കാര്യങ്ങൾ ഷൈനി വിൽസൺ റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഇനി ഒളിമ്പിക്സ് മെഡൽ നേടിയിട്ടുള്ള ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക് ആണ്. ഓക്കെ, വെങ്കല മെഡലായിരുന്നു. 72 ഹോക്കിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ആരാണ് ഒളിമ്പിക്സിലെ മെഡൽ നേടിയിട്ടുള്ള ആദ്യ മലയാളി? മാനുവൽ ഫ്രെഡറിക്. ദെൻ രണ്ടാമത്തെ മലയാളി, അപ്പോൾ 72 ആദ്യ മലയാളി, ദെൻ രണ്ടാമത്തെ മലയാളി ഇപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ 2020 ടോക്കിയോ ഒളിമ്പിക്സിലാണ്, PR ശ്രീജേഷ് ആണ്. അതും വെങ്കല മെഡലായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ മലയാളി. ആദ്യത്തെ മാനുവൽ ഫ്രെഡറിക്. അതുപോലെ മറ്റൊരു കാര്യം, സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സിൽ ടീം ഇവന്റിൽ പങ്കെടുത്തിട്ടുള്ള ആദ്യ മലയാളി തേന്മഠം മാത്യു വർഗീസ്, 48. അപ്പോൾ 48 ഒളിമ്പിക്സ് മുതൽ നമ്മൾ സ്വതന്ത്ര ഇന്ത്യയായിട്ട് മാറി അല്ലേ. 1900 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് പാരീസ് ഒളിമ്പിക്സിൽ. അത് കഴിഞ്ഞ് 47 സ്വാതന്ത്ര്യം കിട്ടി. 48 മുതൽ ഇന്ത്യ ഒരു സ്വതന്ത്ര ഇന്ത്യയായിട്ടാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. അപ്പം അന്ന് ഒരു ടീം ഇവന്റിൽ പങ്കെടുത്തിട്ടുള്ള മലയാളി, ആദ്യ മലയാളിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ഒളിമ്പിക്സിൽ ടീം ഇവന്റിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് തേന്മഠം മാത്യു വർഗീസ്. ഫുട്ബോൾ ആയിരുന്നു ഇവന്റ് എന്ന് ഓർത്ത് വയ്ക്കുക. 1948. അതുപോലെ ടീം ഇവന്റിൽ സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നുള്ളത് ആരാന്ന് നമ്മൾ നോക്കി. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇവന്റിൽ പങ്കെടുത്തിട്ടുള്ള ആദ്യ മലയാളി സുരേഷ് ബാബു ആണ്. ലോങ് ജമ്പ് ആണ്, 1972. അപ്പോൾ ടീം ഇവന്റിലും ഇൻഡിപെൻഡന്റ് ഇവന്റ്, ഇത് രണ്ടും ഓർത്ത് വയ്ക്കുക. സുരേഷ് ബാബു ലോങ് ജമ്പ് ആയിരുന്നു അദ്ദേഹത്തിന്റെ, 72. ഓക്കെ, അതുപോലെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ആദ്യ മലയാളി ഫുട്ബോൾ താരം സെബാസ്റ്റ്യൻ സേവ്യർ ആണ്. ഓക്കെ, യെസ്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? യെസ്, ആൻസേഴ്സ് എല്ലാവരും പറയുന്നുണ്ടല്ലേ. യെസ്. അപ്പോൾ ഒളിമ്പിക്സും മലയാളികളും, മലയാളി എന്നുള്ള ടോപ്പിക്കിൽ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തു. ഇനി നമുക്ക് ടോക്കിയോ ഒളിമ്പിക്സ് 2020 അത് നോക്കാം. അപ്പോൾ 2020 ഒളിമ്പിക്സ് നമ്മൾ ആദ്യം ഷെഡ്യൂൾ ചെയ്തിരുന്നത് 2020 ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 9 വരെ ആയിരുന്നു. പക്ഷേ കോവിഡ് കാരണം അത് 2021 മാറ്റി. പക്ഷേ നമുക്ക് ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 4 വർഷം കൂടുമ്പോൾ നടത്തുന്നൊരു ഗെയിമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു 4 years എന്നുള്ള ആ ഒരു സൈക്കിള് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും അതിനെന്താ പറയുന്നത്, 2020 ഒളിമ്പിക്സ് എന്നാണ് പറയുന്നത്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 എന്നാണ് പറയുന്നത്. അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക. നടന്നത് ആക്ച്വലി 2021 കോവിഡ് കാരണം. പക്ഷെ നമ്മളിപ്പോഴും ആ ഒരു ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ടോക്കിയോ ഒളിമ്പിക്സ് 2020 തന്നെയാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. ആ ഒരു 4 വർഷം എന്നുള്ള ആ ഒരു കാര്യം ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ടോക്കിയോ ഒളിമ്പിക്സ് 2021 ജൂലൈ 23 ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. നരുഹിതോ ചക്രവർത്തിയാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. അത് നമ്മുടെ 32ാമത് ഒളിമ്പിക്സ് ആണ്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ. ഒന്ന്, കാണികളില്ലാത്ത ആദ്യ ഒളിമ്പിക്സ് ആയിരുന്നു. ഓക്കെ, അതുപോലെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു? മീറട്ടോവയായിരുന്നു ഭാഗ്യചിഹ്നം. ദെൻ ദീപം തെളിയിച്ചത് നവോമി ഒസാക്കയാണ്. 2020 ഒളിമ്പിക്സിന്റെ തീം എന്തായിരുന്നു? മുന്നോട്ടു നീങ്ങുക, വികാരത്താൽ ഐക്യം, മൂവിങ് ഫോർവേഡ് യുണൈറ്റഡ് ബൈ ഇമോഷൻ എന്നുള്ളതായിരുന്നു 2020 നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സിന്റെ തീം എന്ന് പറയുന്നത്.
അതുപോലെ ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് നോക്കുകയാണെങ്കിൽ അതിൽ പരേഡ് ഓഫ് നേഷൻസിൽ 205 സംഘങ്ങളിൽ 21ാമതായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ മാർച്ച് പാസ്റ്റിൽ ആരൊക്കെയാണ് ബോക്സർ ആയിട്ടുള്ള നമ്മുടെ മേരി കോമും അതുപോലെ പുരുഷ ഹോക്കി ക്യാപ്റ്റൻ മൻപ്രീത് സിംഗുമാണ് മാർച്ച് പാസ്റ്റിൽ പതാക ഏന്തിയിട്ടുള്ള ആളുകൾ. സമാപന വേളയിലുള്ള മാർച്ച് പാസ്റ്റിൽ ആരായിരുന്നു? ബജ്രംഗ് പുനിയയാണ് നമ്മുടെ പതാക ഏന്തിയത്. ദെൻ ഇപ്പം ഞാൻ പറഞ്ഞു കാണികളില്ലാത്ത ആദ്യ ഒളിമ്പിക്സ് ആയിരുന്നു. അതുപോലെ ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒളിമ്പിക്സും ടോക്കിയോ ഒളിമ്പിക്സ് ആണ്. അപ്പോൾ ഓരോ ഒളിമ്പിക്സ് വരുമ്പോഴും ഓരോരോ ചേഞ്ചസ് അല്ലേ. നമ്മൾ 1900 കാര്യം പറഞ്ഞപ്പോൾ അന്നാണ് ആദ്യമായിട്ട് സ്ത്രീകൾ പങ്കെടുത്തതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഓരോ സമയത്ത് അങ്ങനെ ചേഞ്ചസ് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഉള്ള ചേഞ്ചസ് ഒന്ന് ഫേഷ്യൽ റെക്കഗ്നിഷൻ സംവിധാനം ആരംഭിച്ചു. പിന്നെ ഈ ടോക്കിയോ ഒളിമ്പിക്സിൽ നമ്മൾ പുതിയ ഐറ്റങ്ങൾ ഇപ്പോൾ കരാട്ടെ, ബേസ്ബോൾ, സ്കേറ്റ് ബോർഡിങ്, സ്പോർട്സ്, ദെൻ ക്ലൈംബിങ്, സർഫിങ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഈ ഒരു ഒളിമ്പിക്സിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്നും ഉത്തര കൊറിയ പിന്മാറിയിരുന്നു. അപ്പോൾ പിന്മാറിയ രാജ്യം ഉത്തര കൊറിയ എന്ന് ഓർത്ത് വയ്ക്കാം. അതുപോലെ മറ്റൊരു കാര്യം ആ സമയത്ത് ഉണ്ടായത് വിലക്കൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, റഷ്യ അല്ലേ. ഒന്ന് ടോക്കിയോ ഒളിമ്പിക്സുമായി റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ ഒന്ന് ആ സമയത്ത് കോവിഡാണ് അതുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞ് പിന്മാറിയ രാജ്യം ഉത്തര കൊറിയയാണ്. അതുപോലെ വിലക്കിയതിനെ തുടർന്നിട്ട് ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ കീഴിൽ മത്സരിച്ചിട്ടുള്ള രാജ്യം റഷ്യ ആയിരുന്നു. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ച കാര്യങ്ങളായിരിക്കും. അതുപോലെ ഒരു ഒളിമ്പിക്സിൽ 7 മെഡൽ നേടുന്ന ആദ്യ വനിതാ നീന്തൽ താരം എന്നുള്ളൊരു റെക്കോർഡ് നേടിയിട്ടുള്ള താരമാണ് എമ്മ മക്യോൺ. ആ പേര് ഓർത്ത് വെക്കണേ. വനിതാ താരമാണ്. ഒരു ഒളിമ്പിക്സിൽ തന്നെ 7 മെഡൽ നേടിയത് നീന്തലായിരുന്നു എമ്മ മക്യോൺ. അതുപോലെ ഒളിമ്പിക്സിലെ ഏറ്റവും അധികം ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം സാൻ മറീനോ. ആ ഒരു പേര് ഓർത്ത് വയ്ക്കുക. അവർക്ക് മെഡൽ കിട്ടിയപ്പം ഇപ്രാവശ്യം അതോടുകൂടെ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമായിട്ട് സാൻ മാരീനോ മാറിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയിട്ടുള്ള ആദ്യത്തെ ട്രാൻസ്ജെൻഡർ വനിതയായിരുന്നു ലൗറൽ ഹബ്ബാർഡ്. ആ ഒരു പേര് ഓർത്ത് വയ്ക്കുക. ആദ്യമായിട്ട് എന്താണ് ഒരു യോഗ്യത നേടിയിട്ടുള്ളൊരു ട്രാൻസ്ജെൻഡർ വനിതയാണ് ലൗറൽ ഹബ്ബാർഡ്. യെസ്, ഓക്കെ, മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ? യെസ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ജെൻഡർ വനിതയുടെ പേര്, അതുപോലെ ഫേഷ്യൽ റെക്കഗ്നിഷൻ ആരംഭിച്ചു 2020 നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സിൽ, അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണേ. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ 7 മെഡൽ നേടിയിട്ടുള്ള ആദ്യ വനിതാ നീന്തൽ താരം, വലിയ റെക്കോർഡാണല്ലേ, എമ്മ മക്യോൺ. ദെൻ ഒളിമ്പിക്സിലെ മെഡൽ നേടിയിട്ടുള്ള ഏറ്റവും ചെറിയ രാജ്യം സാൻ മാരീനോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീസെൻ്റ് ആയിട്ടുള്ളതിൽ നിന്നും ഓർത്ത് വയ്ക്കാം. കാണികൾ ഉണ്ടായിരുന്നില്ല, അത് നമുക്ക് ഓർക്കാൻ പറ്റും അല്ലേ, ഇപ്പം കൊറോണയും ഒക്കെ ആയിട്ട്. അത്തരം കാര്യങ്ങൾ. അപ്പം അത്രയാണ് കുറച്ച് ഫാക്ട്സ്, 2020 ടോക്കിയോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. യെസ്, ഇനി വിൻ്റർ ഒളിമ്പിക്സ് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ സമ്മർ ഒളിമ്പിക്സ് എന്നും വിൻ്റർ ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്നുള്ളത്. അപ്പോൾ സമ്മർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒളിമ്പിക്സിനെയാണെന്ന്. അപ്പോൾ അതുകൂടാതെ വിൻ്റർ ഒളിമ്പിക്സ് ഉണ്ട്. അതായത് 1924 ഈ വിൻ്റർ ഒളിമ്പിക്സ് ആരംഭിച്ചത്. അപ്പോൾ നമ്മുടെ നോർമൽ ഒളിമ്പിക്സ് ഒക്കെ ആരംഭിച്ചതും എത്രയോ ശേഷമാണ് അല്ലേ. 1924 ഫ്രാൻസിലാണ്, ചമോനിക്സ് എന്നുള്ള സ്ഥലത്താണ് ആദ്യമായിട്ട് വിൻ്റർ ഒളിമ്പിക്സ് ആരംഭിച്ചത്. അപ്പോൾ ഈ 2 വേനൽക്കാല ഒളിമ്പിക്സിൻ്റെ മിഡിലായിട്ടാണ് വിൻ്റർ ഒളിമ്പിക്സ് വരുന്നത്. ഓക്കെ, ഇപ്പം 2020 നമുക്ക് ഒളിമ്പിക്സ് ടോക്കിയോയിൽ നടന്നു അല്ലേ. അപ്പോൾ 20 ഇനി 24 അല്ലേ. അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് 2022 എന്ത് വരുന്നത്, 2 ഇപ്പോൾ കഴിഞ്ഞത് വിൻ്റർ ഒളിമ്പിക്സ്. അപ്പോൾ അങ്ങനെ 2 ഒളിമ്പിക്സ് 2020 ഇതിൻ്റെ 2 ഒളിമ്പിക്സിൻ്റെ 2020 24 ഒളിമ്പിക്സിൻ്റെ നടുവിലായിട്ടാണ് നമ്മൾ 2022 വരുന്നു. അങ്ങനെയാണ്. ഓക്കെ, ഇനി 2026 അടുത്ത വിൻ്റർ ഒളിമ്പിക്സ് വരുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു കാലഘട്ടം, അങ്ങനെയാണ് അത് പോകുന്നത്. 2 സമ്മർ ഒളിമ്പിക്സിൻ്റെ ഇടയിലായിട്ടാണ് വിൻ്റർ ഒളിമ്പിക്സ് വരുന്നത്. അത് ആക്ച്വലി ഈ വേനൽക്കാല ഒളിമ്പിക്സ് നടത്താൻ സാധ്യതയില്ലാത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വിൻ്റർ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത്.
ഓക്കെ, അപ്പോൾ 2022 വിന്റർ ഒളിമ്പിക്സ് വേദി ഏതായിരുന്നു? ചൈന, ബെയ്ജിങ്ങിലായിരുന്നു. അതുപോലെ അന്ന് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് നോർവേ ആയിരുന്നു. അതുപോലെ 2026 അപ്പോൾ 2022 നോർവേയിൽ കഴിഞ്ഞു. ഇനി നമുക്ക് 2024 ഒളിമ്പിക്സ് ആണുള്ളത് അല്ലേ, സമ്മർ ഒളിമ്പിക്സ് ഓർ ഒളിമ്പിക്സ്. അത് കഴിഞ്ഞ് അഗെയിൻ വിന്റർ ഒളിമ്പിക്സ് എപ്പോഴാണ് അപ്പോൾ വരുന്നത്? 2026 അപ്പോൾ 2026 മിലാൻ കോർട്ടിന ഡി ആംബസോ ഇറ്റലിയിലാണ് വിന്റർ ഒളിമ്പിക്സ് ഇനി 2026 നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഐസ് ഹോക്കി, ഫിഗർ സ്കേറ്റിംഗ്, സ്പീഡ് സ്കേറ്റിംഗ് അങ്ങനെയുള്ള ശൈത്യകാല ഗെയിമുകളൊക്കെ ഉണ്ടാവും. അതുപോലെ സെയിം സമ്മർ ഗെയിംസിലെ പോലെ തന്നെ സ്വർണം, വെള്ളി, വെങ്കല മെഡലുകളൊക്കെ നൽകുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ് വിന്റർ ഒളിമ്പിക്സിലും. ഇന്ത്യ ആദ്യമായിട്ട് വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് 1964 അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിനൊക്കെ ശേഷമാണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പങ്കെടുത്തത് 1964. അതുപോലെ ആദ്യമായിട്ട് വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യക്കാരൻ ജെറമി ബുജാക്കോവ്സ്കിയാണ്. സ്കീയിങ് എന്നുള്ള ഐറ്റം ആയിരുന്നു. അപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് വിന്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യക്കാരൻ. അതുപോലെ വിന്റർ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് മത്സരിക്കുന്ന വനിത എന്ന് പറയുന്നത് ശൈലജ കുമാറാണ്. സ്കീയിങ് തന്നെയായിരുന്നു ഐറ്റം. അപ്പോൾ ഇത് രണ്ടും ആരൊക്കെയാണെന്നും അവർ ഇത് മത്സരമായിരുന്നു. അതുപോലെ ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്തത് 1964 എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. അതായത് 1894 ജൂൺ 23 പിയറി ഡി കൂബർട്ടിനാണ് ഈ ഒരു അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ ജൂൺ 23 ഓർത്ത് വയ്ക്കുക. ജൂൺ 23 നമ്മൾ ഒളിമ്പിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഒരു ഡേ ആണത്. ജൂൺ 23 1894 പിയറി ഡി കൂബർട്ടിനാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചത്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ലൊസാനയാണ്. അപ്പോൾ ഈ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഓർ IOC എന്നും പറയാം. അപ്പോൾ ഈ IOCയുടെ പ്രധാനമായിട്ടുള്ള ഒരു ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒളിമ്പിക് ഗെയിംസിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഒളിമ്പിക് ഗെയിംസിൻ്റെ ഭരണം നോക്കുക എന്നുള്ളതാണ്. ഇതൊരു സർക്കാരിതര സംഘടനയാണ്, നോൺ ഗവൺമെൻറ്റൽ ആയിട്ടുള്ള ഒരു സംഘടനയാണ്, സർക്കാർ സംഘടനയൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? ഒളിമ്പിക്സിൻ്റെ എല്ലാ കാര്യങ്ങളും, ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഒളിമ്പിക്സ് എവിടെ എവിടെയാണ് നടക്കേണ്ടത്, അതുപോലെ എന്തൊക്കെ നിയമങ്ങൾ, ഇപ്പോൾ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഓരോ ഒളിമ്പിക്സിൽ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും ആരാണ് തീരുമാനിക്കുന്നത്? ഈ ഒരു അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ്. എവിടെ നടത്തണം, എപ്പോൾ നടത്തണം, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ്. അതുപോലെ ആദ്യ പ്രസിഡന്റ് ദിമിത്രിയസ് വിക്കേലസ് ആയിരുന്നു അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. രണ്ടാമത്തെ പ്രസിഡന്റ് പിയറി ഡി കൂബർട്ടിൻ ആയിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, ഇപ്പോൾ ഈ ഒരു സമയത്ത് 2024 ജനുവരിയിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് തോമസ് ബാച്ചാണ്. ഓക്കെ, ആ ഒരു പേര് ഓർത്ത് വയ്ക്കാം. അതുപോലെ ഈ ഒളിമ്പിക് ഗെയിംസ് നടത്തുക, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുക, ദെൻ ഈ ഒരു ഒളിമ്പിക് പ്രസ്ഥാനവും ഇതെല്ലാം വളർത്തുക എന്നൊക്കെയുള്ളതാണ് ഈ ഒരു IOCയുടെ ലക്ഷ്യം എന്നോർത്ത് വയ്ക്കുക. അതുപോലെ മറ്റൊരു കാര്യം, 2016 നിത അംബാനി ഒളിമ്പിക് കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട്. ആദ്യമായിട്ട് അങ്ങനെ ഒളിമ്പിക് കമ്മിറ്റിയിൽ അംഗമാവുന്ന ഒരു ഇന്ത്യൻ വനിതയാണ് നിത അംബാനി. സോ നിത അംബാനിക്ക് 70 വയസ്സ് തികയുന്നത് വരെ ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു മെമ്പർഷിപ്പ് റിലേറ്റഡ് കാര്യങ്ങൾ. സോ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിത ഒളിമ്പിക് കമ്മിറ്റിയിൽ മെമ്പറാവുന്നത് നിത അംബാനിയാണ്. 2016 അംഗമായത്. ഓക്കെ, ഇപ്പോൾ നിലവിൽ 103 അംഗങ്ങളും 45 ഓണററി അംഗങ്ങളും അങ്ങനെയൊക്കെയുള്ള അതൊക്കെയാണ് അംഗസംഖ്യ. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തെന്ന് മാത്രം. സോ നിത അംബാനി ആദ്യത്തെ ഒരു വനിത അംഗമായി എന്നുള്ളൊരു കാര്യം ഓർത്തു വയ്ക്കാം. ഓക്കെ, അത്രയും കാര്യം ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ അതാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി പാരാലിമ്പിക്സ്, ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. അതായത് അംഗവൈകല്യമുള്ള കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ 4 വർഷത്തിലൊരിക്കലാണ് നമ്മൾ പാരാലിമ്പിക്സ് നടത്തുന്നത്. സോ അത് നമ്മൾ ഒളിമ്പിക്സ്, സമ്മർ ഒളിമ്പിക്സ് ഓർ നോർമലായിട്ട് നമ്മുടെ ഒളിമ്പിക്സ് കഴിഞ്ഞ അതേ വേദിയിൽ തന്നെയാണ് ഈ ഒരു പാരാലിമ്പിക്സ് നടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ
സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ്. ആ ഒരു പേര് ഓർത്ത് വയ്ക്കുക, സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ്. ഇതാണ് പിന്നീട് പാരാലിമ്പിക്സ് ആയത്. അതുപോലെ അന്നത് സംഘടിപ്പിച്ചത്, ഈ സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് സംഘടിപ്പിച്ചത് സർ ലുഡ്വിഗ് ഗുഡ്മാൻ. അപ്പൊ ആ ഒരു പേര് ഓർത്ത് വെക്കണേ, സർ ലുഡ്വിഗ് ഗുഡ്മാൻ ആണ് ഈ ഒരു പാരാലിമ്പിക്സ് സംഘടിപ്പിച്ചത്. സ്റ്റോക്ക് മാൻഡിവില്ലി എന്നായിരുന്നു അന്നത്തെ അതിന്റെ പേര്. അത് പിന്നീട് നമ്മൾ പാരാലിമ്പിക്സ് ആയതാണ്. അപ്പൊ ആദ്യമായിട്ട് ഈ ഒരു പാരാലിമ്പിക്സ് സ്റ്റോക്ക് മാൻഡിവില്ലി എന്ന പേരിൽ ആ ഒരു ഗെയിംസ് സംഘടിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സർ ലുഡ്വിഗ് ഗുഡ്മാൻ. അതുപോലെ എന്തായിരുന്നു ആദ്യത്തെ പേര് പാരാലിമ്പിക്സിന്? സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് ആയിരുന്നു. സോ ഒളിമ്പിക് ഗെയിംസിന് തൊട്ട് പിന്നാലെ ആയിട്ട് നടക്കുന്നു. അതുപോലെ ഇതിനും വിന്റർ ഗെയിംസ് ഉണ്ട്, സമ്മർ ഗെയിംസ്, ആ രീതിയിൽ 2 പതിപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി ഉണ്ട്. നമ്മൾ നേരത്തെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി പറഞ്ഞു അല്ലെ, ഒളിമ്പിക്സ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. ഇത് ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയാണ് ഈ പാരാലിമ്പിക് ഗെയിംസ് എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പം അതും ഓർത്ത് വയ്ക്കുക. അതാണ് പാരാലിമ്പിക്സ്. ഓക്കെ, യെസ്, പാരാലിമ്പിക്സ് ഒന്നുകൂടെ പറയണോ? യെസ്, പാരാലിമ്പിക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അംഗവൈകല്യമുള്ള കായിക താരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പാരാലിമ്പിക്സ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കിയാൽ മതി. ഒന്ന്, സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഒക്കെ ഉണ്ട്, അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. അതുമായി റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ഇത് ആരംഭിച്ചത്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇത് ഓർത്ത് വെച്ചാൽ മതി. സ്റ്റോക്ക് മാൻഡിവില്ലി ഗെയിംസ് എന്ന് പറയുന്ന ഒരു ഗെയിംസ് സർ ലുഡ്വിഗ് ഗുഡ്മാൻ കണ്ടക്ട് ചെയ്തു. അത് പിന്നീട് ആ ഒരു ഗെയിംസിനെയാണ് നമ്മൾ പാരാലിമ്പിക്സ് എന്ന് പറഞ്ഞ് പേര് വരുന്നത്. അപ്പം അത് ഓർത്ത് വയ്ക്കുക, അത് ഓർക്കുക. അതുപോലെ തന്നെ ഫ്രാൻസിൽ ഇത്രയും ഓർത്താൽ മതി ആദ്യം. ഇതിനും വിന്റർ ഗെയിംസും സമ്മർ ഗെയിംസ് അങ്ങനെയുള്ള 2 പതിപ്പുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയാണ് പാരാലിമ്പിക് ഗെയിംസ് നിയന്ത്രിക്കുന്നത്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അല്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക്സ് ആണ് നിയന്ത്രിക്കുന്നത്. പാരാലിമ്പിക് കമ്മിറ്റി എന്ന് പറഞ്ഞ പ്രത്യേകം കമ്മിറ്റി ഉണ്ട് പാരാലിമ്പിക്സ് നിയന്ത്രിക്കുന്നതായിട്ട്. അതുപോലെ ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ടോക്കിയോ പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 19 മെഡലുകൾ കിട്ടിയിട്ടുണ്ട്. 5 സ്വർണവും 8 വെള്ളി 6 വെങ്കലം. അപ്പം ഞാൻ പറഞ്ഞു, സാധാരണ ഒളിമ്പിക്സ് എവിടെയാണോ നടക്കുന്നത് അത് കഴിഞ്ഞ് അതേ വേദിയിൽ വെച്ചിട്ട് തന്നെയാണ് പാരാലിമ്പിക്സ് നടക്കുന്നതെന്ന്. അപ്പം അതുകൊണ്ട് ടോക്കിയോയിൽ ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ വെച്ച് പാരാലിമ്പിക്സ്. അപ്പം അതിൽ 19 മെഡൽ ഇന്ത്യക്ക് കിട്ടി. 5 സ്വർണവും 8 വെള്ളി 6 വെങ്കലം. നല്ല പെർഫോമൻസ് ആണ് അല്ലേ? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവനി ലേഖറ എന്ന് പറയുന്ന പേര് ഓർത്ത് വയ്ക്കുക. പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. അതുപോലെ 2 പാരാലിമ്പിക്സ് മെഡലുകൾ നേടുകയും ചെയ്തു. ഷൂട്ടറാണ് അവനി ലേഖറ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ട്. അവനി ലേഖറ, അപ്പോൾ പേരും ഷൂട്ടറാണ് അവനി ലേഖറ. ഒന്ന് എന്താണ്, പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. അതുപോലെ 2 പാരാലിമ്പിക്സ് മെഡലുകൾ നേടുക എന്നുള്ള ഒരു അതുല്യമായിട്ടുള്ള നേട്ടമാണ്. ഷൂട്ടറാണ് അവനി ലേഖറ. അതുപോലെ പാരാലിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് താരമാണ് ഭവിന പട്ടേൽ. ആ ഒരു പേര്. അതുപോലെ തന്നെ ഹർവീന്ദർ സിംഗ് അമ്പെയ്ത്തിലാണ് ആദ്യമായിട്ട് മെഡൽ നേടിയത്. പാരാലിമ്പിക്സിലെ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അവനി ലേഖറ, അതുപോലെ ഭവിന പട്ടേൽ, ഹർവീന്ദർ സിംഗ്. ഓക്കെ, സോ അതാണ് പാരാലിമ്പിക്സ്. ഓക്കെ, IOC. യെസ്, IOC എന്താണ്? ഇന്റർനാഷണൽ, ഞാൻ പറഞ്ഞു പാരാലിമ്പിക്സ് നടത്തുന്നത് ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റിയാണ്. അതുപോലെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ് ഒളിമ്പിക്സ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ലൊസോനയാണ്. 1894 ജൂൺ 23 പിയറി ഡി കൂബർട്ടിനാണ് അത് ആരംഭിച്ചത്. അതുപോലെ ഒളിമ്പിക് ഗെയിംസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയാണ്. ആദ്യത്തെ പ്രസിഡന്റ് ദിമിത്രിയസ് വിക്കേലസ് ആണ്. അതുപോലെ IOCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് പിയറി ഡി കൂബർട്ടിനാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് തോമസ് ബാച്ചാണ്. അതുപോലെ നിത അംബാനി ആദ്യമായിട്ട് അംഗമാകുന്ന ഇന്ത്യൻ വനിതയായിട്ട് മാറിയിട്ടുണ്ട് റീസെന്റ് അല്ല, 2016. ഓക്കെ, ഇനി വേറെ 2 കാര്യങ്ങളും കൂടെ. യൂത്ത് ഒളിമ്പിക്സ്. ഇതുപോലെ നമ്മളൊരു യൂത്ത് ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് 2010 നടന്നത്.
അന്ന് സിംഗപ്പൂർ ആയിരുന്നു ആദ്യമായിട്ടുള്ള യൂത്ത് ഒളിമ്പിക്സിന്റെ വേദി. അതുപോലെ ലിയോയും മെർലിയും എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രഥമ യൂത്ത് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നമായി വരുന്നത്. അതുപോലെ ആദ്യത്തെ ഈ യൂത്ത് ഒളിമ്പിക്സിൽ ഇന്ത്യയിലെ പൂജ ദണ്ഡെ അദ്ദേഹം മെഡൽ നേടിയിരുന്നു. ദെൻ മലയാളിയായിട്ടുള്ള സുനിൽ കുമാർ പ്രണോയ്, അറിയുന്നുണ്ടായിരിക്കും അല്ലേ ഈ പേര്? സുനിൽ കുമാർ പ്രണോയ് പ്രഥമ യൂത്ത് ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു. ഇനി 2026 യൂത്ത് ഒളിമ്പിക്സ് ദർക്കാർ സെനഗലിലാണ് നടക്കുന്നത്. അപ്പോൾ 2026 യൂത്ത് ഒളിമ്പിക്സ് സെനഗലിലാണ് നടക്കുന്നത്. അതുപോലെ വിന്റർ യൂത്ത് ഒളിമ്പിക്സും ഉണ്ടായിരുന്നു 2012. ഇതൊക്കെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ വിന്റർ യൂത്ത് ഒളിമ്പിക്സ് 2012 ആദ്യമായിട്ട് നടന്നത്. ഓസ്ട്രേലിയയിലെ ഇൻസ്ബ്രക്കിലാണ് നടന്നത്. അതുപോലെ ആദ്യത്തെ ഒളിമ്പിക്സിൽ ഒരു 70 പേരെല്ലാം പങ്കെടുത്തിരുന്നു. അന്നത്തെ ഭാഗ്യചിഹ്നം യോഗായിരുന്നു. മെഡൽ പട്ടികയിൽ അന്ന് ജർമ്മനിയാണ് ആദ്യമായിട്ട് ഒന്നാമതെത്തിയത്. അപ്പം അങ്ങനെ മെയിനായിട്ട് നമ്മൾ ഒളിമ്പിക്സ് റിലേറ്റഡ് കാര്യങ്ങൾ പഠിക്കുക. ദെൻ ബാക്കി അതുമായി റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഫസ്റ്റ് കേരള ഒളിമ്പിക്സ് എന്ന് പറഞ്ഞ് 2022 നമ്മൾ സംഘടിപ്പിച്ചിരുന്നു നമ്മുടെ സ്റ്റേറ്റിൽ, ട്രിവാൻഡ്രത്തായിരുന്നു. അന്ന് ഭാഗ്യചിഹ്നമായിട്ടൊരു മുയലായിരുന്നു. എന്നിട്ട് ആ മുയലിൽ നീരജ് ചോപ്രയ്ക്ക് അത്ലറ്റിക്സിൽ ആദ്യമായിട്ടും ഗോൾഡ് കിട്ടിയതിൻ്റെ ആ ഒരു ബഹുമാനാർത്ഥം നീരജ് എന്ന് പേരിട്ടിരുന്നു. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അന്ന് കേരള ഒളിമ്പിക്സ് 2022 ഒളിമ്പിക്സ് അംബാസിഡർ മോഹൻലാൽ ആയിരുന്നു. സോ ട്രിവാൻഡ്രം തന്നെയാണ് എന്നിട്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒക്കെ നേടിയത്. അപ്പം അങ്ങനെ ഉള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ മെയിൻലി ഒളിമ്പിക്സും പിന്നെ ഈ ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞു. യൂത്ത് ഒളിമ്പിക്സ് വന്നു, അതുപോലെ വിന്റർ യൂത്ത് ഒളിമ്പിക്സ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള ഒളിമ്പിക്സ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെയൊക്കെ കുറച്ച് ഫാക്ട്സ് ഒന്ന് ഓർത്ത് വയ്ക്കുക. മെയിനായിട്ട് ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് പഠിച്ചു വയ്ക്കുക. യെസ് കറക്റ്റ്, നീരജ് റാബിറ്റ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എല്ലാം ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഒളിമ്പിക്സ് എന്നുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാക്സിമം പോയിന്റ്സ്, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആയി തോന്നുന്ന കാര്യങ്ങൾ, അതുപോലെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, യെസ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു. യെസ്, ഓക്കെ.